ടെക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തിരക്ക് പിടിച്ച ലൈഫിൽ ഓരോ വീട്ടിലെയും ഏറ്റവും ഭാരമുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ അത് പാത്രം കഴുകലായിരിക്കും. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരുടെ വീട്ടിൽ ഈ ഒരു ജോലി വളരെ എളുപ്പമാക്കാനുള്ള ഒരു ഉപകരണമാണ് ഡിഷ് വാഷർ. ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കനുസരിച്ചും സൗകര്യങ്ങൾക്കനുസരിച്ചും ഒരു ഡിഷ് വാഷർ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 തരം ഡിഷ് വാഷറാണ് മാർക്കറ്റിൽ വരുന്നത്. ഒന്ന് കൗണ്ടർ ടോപ്പ്, രണ്ടാമത് ബിൽറ്റിൻ, മൂന്നാമത്തത് ഫ്ലോർ സ്റ്റാൻഡിങ് ടൈപ്പ്. ഇതിൽ കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞാൽ താരതമ്യേന ചെറുതായിരിക്കും. രണ്ടാമത്തെ മോഡലാണ് ബിൽറ്റിൻ ടൈപ്പ്. ഇത് മോഡുലാർ കിച്ചൺ ചെയ്യുന്നിടത്താണ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു ഡിഷ് വാഷറാണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾ പാനലുകളെല്ലാം തന്നെ ഹിഡൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഡിഷ് വാഷർ ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ ആ ഡോർ തുറന്നാൽ മാത്രമാണ് അവിടെ ഡിഷ് വാഷർ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇനി മൂന്നാമത്തെ മോഡലാണ് ഫ്രീ സ്റ്റാൻഡിങ് ടൈപ്പ്. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ഈ ഫ്രീ സ്റ്റാൻഡിങ് ടൈപ്പ്. ഇതങ്ങനെ പ്രത്യേകിച്ച് ഒരു കബോർഡ് സെറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. എവിടെയാണെങ്കിലും നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ആവശ്യമനുസരിച്ച് ഒരു മോഡൽ എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ സാധാരണയിൽ ഫ്രിഡ്ജിൻ്റെ ലിറ്റർ കപ്പാസിറ്റി പറയുന്നത് പോലെ, അതിൽ വാഷിംഗ് മെഷീൻ്റെ ഒരു കിലോ കപ്പാസിറ്റി പറയും പോലെ, നമ്മൾ ഡിഷ് വാഷറിൽ പറയുന്നത് പ്ലേറ്റ് സെറ്റ് എന്നുള്ള കണക്കിലാണ് പറയുക. അതിൽ 8 പ്ലേറ്റ് സെറ്റ് ഉണ്ട്, 12 പ്ലേറ്റ് സെറ്റ് ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട്. ഒരു പ്ലേറ്റ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫുൾ പ്ലേറ്റിൻ്റെ ക്വാർട്ടർ പ്ലേറ്റ്, കപ്പ്, സോസർ, കട്ട്ലറി സെറ്റ്, അങ്ങനെയുള്ള ഒരു 8 പീസോ വരുന്ന ആ ഒരു സെറ്റാണ് ഒരു പ്ലേറ്റ് സെറ്റ്. ഒരു ചെറിയ ഫാമിലി, ഒരു 2 പേരുള്ള ഫാമിലി ആണെങ്കിൽ ഒരു 8 പ്ലേറ്റ് സെറ്റിൻ്റെ ഡിഷ് വാഷർ മതി. അല്പം കൂടെ മെമ്പേഴ്സ് ഉള്ള വീട്ടിലാണെങ്കിൽ അത് 12 ആകാം, 14 ആകാം, അല്ലെങ്കിൽ 16 ആകാം. ഇതൊക്കെയാണ് സാധാരണ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇനി അത് ബിൽറ്റിൻ വേണോ അതിൽ ഫ്രീ സ്റ്റാൻഡിങ് വേണോ എന്നുള്ളത് നമ്മുടെ അവിടുത്തെ ഇന്ത്യയിലെ സൗകര്യമനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിലാണ് 8 പ്ലേറ്റ് സെറ്റൊക്കെ വരുന്നത്. ഇന്നിവിടെ ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് LG കമ്പനിയുടെ ഒരു ഡിഷ് വാഷറാണ് വരിക. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. അതുപോലെ ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാംസ്, ഓരോ പ്രോഗ്രാം എന്തിനു ഉപയോഗിക്കുന്നു, ഇതിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ പാത്രങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്, അതിൻ്റെ സൗകര്യങ്ങൾ എന്തെല്ലാം, അതൊക്കെ ഒന്ന് നോക്കാം. 2 റാക്കാണ് മേജറായിട്ട് ഈ മെഷീൻസൊക്കെ വരുന്നത്. ഇത് ആദ്യത്തെ റാക്കിൽ, ഏറ്റവും താഴത്തെ റാക്കിലാണ് നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. അതിൽ പ്ലേറ്റുകൾ വെക്കുന്നതും അതുപോലെ ക്വാർട്ടർ പ്ലേറ്റ്, കുക്കർ, കടായി, ചീനിച്ചട്ടി, ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം തന്നെ താഴത്തെ റോയിലാണ് വെക്കുന്നത്. അതിൽ ഫ്രണ്ട് റോയിൽ വേണമെങ്കിൽ പ്ലേറ്റുകൾ വെക്കാം. അതെല്ലാം നമുക്ക് ആ രീതിയിൽ തന്നെ വെക്കാം. പ്ലേറ്റുകൾ വെക്കാൻ വേണ്ടി മാത്രമാണ് അത് വരുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷൻ നമുക്ക് ചെരിച്ചിടാം. ഇപ്പോൾ പാത്രങ്ങൾ വെക്കണമെങ്കിൽ പ്ലേറ്റ് വെക്കണമെങ്കിൽ പ്ലേറ്റിൽ നിന്ന് വെക്കേണ്ട രീതിയിലാക്കാം. അതെങ്കിൽ വലിയ പാത്രങ്ങളാണെങ്കിൽ വലിയ പാത്രത്തിൻ്റെ രീതിയിൽ നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ് വരിക. ഇത് ഇവരുടെ ഒരു ബേസിക് വരുന്ന മെഷീനിലാണ് വരിക. ഇവരുടെ സെക്കൻഡ് വരുന്ന പോലെ, അതായത് രണ്ടാമത്തെ ഒരു സെക്ഷൻ മെഷീനിലൊക്കെ ആണെങ്കിൽ ഈ ഇപ്പോൾ പ്ലേറ്റ് വെച്ചിരിക്കുന്ന ഈ റാക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ വരിക. അത് വേണമെങ്കിൽ ചെരിച്ചിടാം. നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത്, ഏത് പാത്രം വേണം എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് വരിക. ഇത് രണ്ടാമത്തെ റാക്കാണ് വരിക. ഇതിലാണ് കട്ട്ലറി സെറ്റുകൾ, അതുപോലെ തന്നെ കപ്പ്, സോസർ, അത് ചെറിയ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇതിലാണ് വരുന്നത്. ഇതും ഇതുപോലെ തന്നെ റാക്ക് അഡ്ജസ്റ്റബിളാണ് വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളനുസരിച്ച് റാക്ക് വയ്ക്കാൻ പറ്റും. അത് ഗ്ലാസ് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് വയ്ക്കാം. സ്പൂണ് കാര്യങ്ങളൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ് വരിക. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ് വരുന്നത്. മുകളിലേക്കും താഴത്തേക്കും നമ്മൾ വെക്കുന്ന പാത്രത്തിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇവരുടെ ഒരു ക്വാഡ് വാഷ് ടെക്നോളജി വരുന്ന ഒരു മെഷീനാണ്. ഇതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്യുന്നത് 4 ആം വഴിയായിരിക്കും സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ക്ലീനായി കിട്ടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും, നല്ല രീതിയിൽ സ്പ്രേ കിട്ടുമ്പോൾ. ഇനി ഇതാണ് സോൾട്ട് ആഡ് ചെയ്യേണ്ടത്. വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ സോൾട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും. ഇനി നമ്മളിതിൽ വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്ത് വരുന്ന ഒരു ഫിൽറ്ററിൻ്റെ ഒരു ഏരിയയാണ് ഇത്. ഇത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വളരെ ഈസി. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിലേക്കുള്ള വെള്ളം സ്പ്രേ ചെയ്യുന്ന ആമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വെള്ളം നല്ല സ്പെഷ്യൽ സ്പ്രേ ചെയ്യുന്നു. അതുപോലെ ഏറ്റവും ടോപ്പിൽ നിന്നും വെള്ളം നമുക്ക് വരുന്നുണ്ട് ഈ റാക്കിലേക്ക്. ഇത് നമുക്ക് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഇത്. ഇത് നമുക്ക് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ 3 in 1 എന്നൊരു ക്യാപ്സ്യൂൾ പോലത്തൊരു ഡിറ്റർജൻറ്റ് കിട്ടും. അതാണെങ്കിൽ നമുക്ക് സോൾട്ടും അതുപോലെ തന്നെ റിംഗ് സൈഡ് എന്ന സാധനം, നമുക്ക് ഗ്ലേസിങ് കിട്ടാനുള്ള റിംഗ് സൈഡ്. ഇപ്പോൾ ഇതിനാണ് റിംഗ് സൈഡ് ആഡ് ചെയ്യേണ്ടത്. ലിക്വിഡാണ്. അതാകുമ്പോൾ നമുക്ക് വാഷിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫിനിഷിങ് കിട്ടാനൊക്കെയാണ് ആ റിംഗ് സൈഡ് വരിക. ഇതിങ്ങനെ 3ൻ്റെയും കൂടിയിട്ട് ഒരൊറ്റ ടാബ്ലറ്റ് പോലെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതാകുമ്പോൾ സോൾട്ടിൻ്റെ ആവശ്യം വരുന്നില്ല, റിംഗ് സൈഡിൻ്റെ ആവശ്യം വരില്ല. ഒറ്റ ഒരു ക്യാപ്സ്യൂൾ മാത്രം നമുക്ക് ആ ഡ്രോയിലിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ മെഷീനിലെ ഓരോ പ്രോഗ്രാംസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഓട്ടോ പ്രോഗ്രാം.
ഇതിൽ നമ്മൾ പാത്രങ്ങൾ ലോഡ് ചെയ്യുന്നു. ആ ലോഡ് ചെയ്ത പാത്രങ്ങൾ അഴുക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ അതിൻ്റെ വാട്ടറിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, ഈ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വാഷിംഗ് നടക്കുന്നു. അടുത്ത പ്രോഗ്രാമാണ് ഇൻറ്റൻസീവ് വാഷ്. ഏറ്റവും കൂടുതൽ അഴുക്കുള്ള പാത്രങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. എണ്ണ, മസാല എന്നിവയുടെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാം ഉപയോഗിക്കുന്നു. അടുത്തതാണ് എക്കോ മോഡ്. ഇതാണ് ഏറ്റവും കുറവ് വെള്ളത്തിലും ഏറ്റവും കുറഞ്ഞ കറണ്ടിലും വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. എടുക്കുന്ന സമയം അല്പം കൂടുതലായിരിക്കും. ഏകദേശം ഈ മെഷീനിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് വാഷ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എക്കോ മോഡ്. ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് എല്ലാം ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലത്തേക്ക് എല്ലാം നീറ്റായിട്ടൊരു പാത്രങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത പ്രോഗ്രാമാണ് ടർബോ വാഷ്. ഈ ടർബോ വാഷ് എന്ന പ്രോഗ്രാം ഏറ്റവും കുറച്ച് സമയത്തിൽ നമുക്ക് നല്ലൊരു വാഷിംഗ് ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. നിറച്ച് ലോഡാണെങ്കിൽ പോലും നമുക്ക് എടുക്കുന്ന സമയം വളരെ കുറച്ച് മതി. ഏകദേശം 1 മണിക്കൂറിലൊക്കെ നമുക്ക് വാഷിംഗ് കിട്ടും. ടർബോ വാഷിൻ്റെ ആ ഒരു വാഷിംഗ് ക്വാളിറ്റി കിട്ടാൻ ഈ ഒരു ക്വാഡ് വാഷ് സിസ്റ്റം അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഈ 4 ആം ഉള്ളതുകൊണ്ട് നല്ല രീതിയിലൊരു വാഷിംഗ് ക്വാളിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്ത ഓപ്ഷനാണ് ഡുവൽ സോൺ. ഈ ഡുവൽ സോൺ എന്ന് പറഞ്ഞാൽ ഒരു ഡെലിക്കേറ്റ് വാഷും അതുപോലെ തന്നെ ഒരു ഇൻറ്റൻസീവ് വാഷും ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. താഴത്തെ റോയിൽ ഇൻറ്റൻസീവ് വാഷും രണ്ടാമത്തെ റോയിൽ ഡെലിക്കേറ്റ് വാഷുമായിരിക്കും. അതായത് കുക്കർ, പാൻ അതുപോലെയുള്ള പാത്രങ്ങളൊക്കെ താഴത്തെ റോയിലും വെക്കാം. കപ്പ്, സോസർ, അതുപോലെ ഗ്ലാസ് വേഴ്സ്, ഇതൊക്കെ നമുക്ക് മുകളിലത്തെ തട്ടിലും വയ്ക്കാം. അപ്പോൾ രണ്ടിലും വരുന്ന ആ വെള്ളത്തിൻ്റെ പ്രഷറോ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. താഴത്തെ നിലയിൽ ക്വാഡ് വാഷ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നല്ല ഹൈ പ്രഷറിൽ വാഷിംഗ് കിട്ടും. മുകളിലത്തെ നിലയിൽ സിംഗിൾ ആം ഉള്ളതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വാഷിംഗ് നടക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് 2 രീതിയിലെ വാഷിംഗ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷനാണ് ഹാഫ് ലോഡ്. നമുക്ക് മെഷീൻ നിറച്ച് ഇടാനുള്ള പാത്രങ്ങളില്ല എങ്കിൽ ഏതെങ്കിലും ഒരു റാക്കിൽ മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. താഴത്തെ റാക്കിലാണെങ്കിലും അല്ലെങ്കിൽ മുകളിലെ റാക്കിലോ ഏതെങ്കിലും ഒരു റാക്കിൽ മാത്രം പാത്രങ്ങൾ ലോഡ് ചെയ്ത് വാഷ് ചെയ്തെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഹാഫ് ലോഡ്. നെക്സ്റ്റ് ഓപ്ഷനാണ് എനർജി സേവ് മോഡ്. ഇതിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് സമയം കൂടുതലെടുത്ത് എടുക്കുന്ന ഒരു വാഷിംഗ് ആണ്. അതിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാഷിംഗ് ആയിരിക്കും പ്രധാനമായിട്ടും നടക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് ഹൈ ടെമ്പറേച്ചർ. ഇതിൽ മാക്സിമം 70 ഡിഗ്രി ടെമ്പറേച്ചർ വരെയുള്ള വെള്ളമായിരിക്കും അതിൽ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഹാർഡായിട്ടുള്ള അഴുക്കുള്ളത്, അതിൻ്റെ കൂടുതൽ മസാലയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെയാണ് ഈ ഹൈ ടെമ്പറേച്ചർ വാഷ് യൂസ് ചെയ്യുക. പാത്രങ്ങൾ ഭംഗിയായിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ എക്സ്ട്രാ ഡ്രൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വെള്ളത്തിൻ്റെ അംശം ഇരിക്കുന്നത്, തുള്ളി പാടുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സ്ട്രാ ഡ്രൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് ഡിലേ സ്റ്റാർട്ട്. ഡിലേ സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ടേക്കാം. രാവിലെ നമുക്ക് എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഈ പാത്രങ്ങളെല്ലാം കഴുകി ഉണങ്ങി നീറ്റായിട്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിലേ സ്റ്റാർട്ട് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട മോഡൽ LG കമ്പനിയുടെ ഏറ്റവും ബേസിക് വരുന്ന മോഡലാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് 3 മോഡൽ കൂടി വരുന്നുണ്ട്. അതിൽ സ്റ്റീം വാഷ് എന്നൊരു ഓപ്ഷനും കൂടുതൽ വരുന്നുണ്ട്. സ്റ്റീം വാഷ് വരുമ്പോൾ വാഷിങ്ങിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനും അതുപോലെ ഹൈജീനായിട്ട് വാഷിംഗ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പിന്നിങ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു പാത്രത്തിൽ വാട്ടർ ഡ്രോപ്സ്, വെള്ളത്തിൻ്റെ തുള്ളി വരുന്ന പാടുകൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനും ഈ പറഞ്ഞ സ്റ്റീം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഡിഷ് വാഷറിന് കമ്പനി തരുന്ന വാറണ്ടി 2 വർഷമാണ്. അതുകൂടാതെ 10 വർഷം അതിൻ്റെ ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറിന് വരുന്നുണ്ട്. ഈ മെഷീൻ്റെ പ്രൈസ് വില ഏകദേശം 50,000 തൊട്ട് ഏകദേശം 65,000 രൂപ റേഞ്ച് വരെയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.